കേരളത്തിലെ ഭൂ അസമത്വമായി ബന്ധപ്പെട്ട പ്രശ്നം അതിൻ്റെ അകത്ത് വളരെ രൂക്ഷമാണ്. ഈ ഭൂ അസമത്വമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ LDFും UDFനും ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചില്ലെന്നും രണ്ടുപേരുടെയും പരാജയം ഈ സമൂഹത്തിൽ നമുക്കെല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ്. കാര്യം ഒരു ഘട്ടത്തിൽ പോലും ഇവിടെ അസമത്വമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാൻ ഒരു തരത്തിൽ മുൻകൈയും എടുത്തിട്ടില്ല എന്ന് ഇവരുടെ നരേഷനിൽ തന്നെ വളരെ വ്യക്തമാണ്. അത് എന്തൊക്കെ ഒഴിഞ്ഞു മാറിയാലും അത് നിങ്ങൾ തന്നെ വരികൾക്കിടയിലൂടെ പറയാൻ ശ്രമിക്കുന്നതാണ്. അത് നമ്മൾ ഒരു വ്യക്തിയിലേക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ ഒരു 21 MLA കളുടെ പുറത്ത് മാത്രം വെക്കുന്നല്ല. അത് കേരള രാഷ്ട്രീയ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനത്തെ തുറന്നു കാണിക്കുന്ന സമീപനക്കാർ ഈ ഭൂ അസമത്വത്തെ ഒരു ഘട്ടത്തിൽ അതുപോലെ തന്നെ കുടിയേറ്റ ഇതുപോലെ തന്നെ ഏതെങ്കിലും സ്ഥലങ്ങൾ അവർക്ക് പുറമ്പോക്ക് ഭൂമികൾ താമസിക്കേണ്ടി വന്നാൽ പലപ്പോഴും കുടിയിറക്കപ്പെടുമ്പോൾ പോലീസിനെ ഉപയോഗിക്കും. നമ്മൾ ആദ്യമായിട്ട് കണ്ടതല്ലോ, ചെങ്ങറയിൽ കണ്ട് വളരെ സെൻസിറ്റീവ് വിഷയമാണ്. UDFനാണെങ്കിൽ മൂലമ്പള്ളിയിൽ കുടിയിറക്കുന്ന ഒരു ചരിത്രവും UDFനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് നമുക്കറിയാം. VSന്റെ സർക്കാർ ക്ഷമിക്കണം, VSന്റെ സർക്കാരാണ് VS ആണ് ചെയ്തിട്ടുള്ളത് VSന്റെ കാലഘട്ടത്തിൽ. അപ്പോൾ ഇതുപോലെ നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വളരെ ഗൗരവമായിട്ട് ഗൗരവമായിട്ടുള്ള വിഷയമാണ്, വളരെ സെൻസിറ്റീവ് വിഷയമാണ്. ഇതിൽ അടുത്തൊരു പ്രശ്നം നിയമപ്രശ്നമാണ്. നിയമപ്രശ്നത്തിലും ഒരു നിരുത്തരവാദ സമീപനം സർക്കാർ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് കാണാൻ പറ്റും. ഇവിടെ പ്രശ്നമുണ്ടാവുകയും പോലീസ് ആക്ട് സമയത്ത് അവിടെ സന്നിഹിതരായ ഇവിടെ ഇടതുപക്ഷക്കാരൊക്കെ ആണെങ്കിൽ പോലും ഈ സുപ്രീം കോടതിയിൽ പോയി കേസ് വാദിച്ച് ജയിക്കുന്ന കേരളത്തിലെ ഇപ്പോൾ നമ്മുടെ ബഹുമാനയുടെ മുൻ MLA പറയുന്ന പോലെ തന്നെ അവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ നമുക്കറിയാം. അങ്ങനെയുള്ള ആൾക്കാർക്ക് അവിടെ പോയി കേസ് വാദിച്ച് ജയിക്കുക എന്നുള്ള അപ്രായോഗികമായിട്ടുള്ള കാര്യം വളരെ അതിന് വേറെ തരം ഒരു സംവിധാനം വേണ്ടി വരും. അപ്പോൾ എന്ത് തരം നിയമസഹായമാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്? അങ്ങനെ എന്ത് തരത്തിലുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ടോ? ഒരു ചുക്കും ചെയ്തിട്ടില്ല. നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് ലഭ്യമായ പത്രവാർത്തകൾ വെച്ച് വായിക്കുമ്പോൾ ആ ഭാഗങ്ങളെല്ലാം ഈ രണ്ട് മുന്നണികളും പരാജയപ്പെട്ടിരിക്കുന്നു. ആ പരാജയപ്പെട്ടിരിക്കുക അത്ഭുതമില്ല. കാര്യം ഈ കേരളത്തിൽ നിൽക്കുന്ന അസമത്വത്തിൻ്റെ ഒരു പക്ഷത്താണ് ഇവരെല്ലാവരും. മൂന്നാമതായിട്ട് നിങ്ങൾ പറഞ്ഞ പ്രശ്നമാണ് ഈ ആഭ്യന്തര നയവുമായി ബന്ധപ്പെട്ട് ഒരു ഗൗരവമായ വിഷയം നമ്മുടെ മുമ്പിലുള്ളത്. അതിനകത്തൊരു ദുരൂഹത തീർച്ചയായിട്ടും ഷമാസ് പറഞ്ഞതിനെക്കുറിച്ച് പല ആൾക്കാർക്കും എനിക്കും അത് തോന്നുന്നുണ്ട്. കാരണം വകുപ്പ് മന്ത്രി ചാർജ് എടുത്തിട്ടില്ല. ചാർജ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം VD സതീശൻ മുഖ്യമന്ത്രിയുടെ സ്ഥലമാണ് എറണാകുളം. ആ എറണാകുളത്ത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കേണ്ട അദ്ദേഹം എനിക്ക് തോന്നില്ല ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പ്രത്യേകിച്ച് അധികാരം ഏറ്റവും സമയത്ത് എന്തെങ്കിലും സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അനുകൂലമായ നിലപാടുകളെ യാതൊരു സാഹചര്യം നമ്മൾ കാണുന്നില്ല. അപ്പോൾ അവരറിയാതെ ഒരു നീക്കം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നിൽ അതിൻ്റെ അകത്തൊരു ദുരൂഹത നിലനിൽക്കേണ്ടത്. ആ ദുരൂഹത എന്താണെന്ന് പറയാൻ നമുക്കിപ്പോൾ സാധിക്കില്ല. കാര്യം എങ്ങനെയാണ് ദുരൂഹത? പക്ഷേ അവിടെ വേണ്ട ഒരു ഉത്തരവുകൾ പറയാവുന്ന കാര്യം സുപ്രീം കോടതി ഉത്തരവിനെ നടപ്പാക്കാം. പക്ഷേ എങ്കിലും ആ ദിവസം തിരഞ്ഞെടുത്തും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒരു പോലീസ് ആക്ഷൻ പോകുന്ന സാഹചര്യം, അതും ഒരു നിർധനരായ കുടുംബങ്ങൾക്കെതിരെ പോലീസ് ആക്ഷൻ പോയ സാഹചര്യത്തിൽ ഒരു വലിയ വിഷയം അതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ അകത്ത് സർക്കാരിന് വളരെ സെൻസിറ്റീവ് വിഷയമാണ്. അത് സർക്കാരിൻ്റെ പ്രതിച്ഛായ തുടക്കം തന്നെ സർക്കാർ നേടിയിട്ടുള്ള ജനകീയമായ ഒരു അംഗീകാരത്തെ പ്രതിച്ഛായ കോട്ടം തട്ടാൻ പറ്റുന്ന കാര്യമെന്ന് അവിടെ വ്യക്തമായിട്ട് അറിയാം. പിന്നെ CPM സംബന്ധിച്ച പ്രധാനപ്പെട്ട കാര്യം സമരരംഗത്ത് തന്നെ പിൻവാങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് CPMന് നിലവിലുള്ളത്. കാരണം കഴിഞ്ഞ 10 വർഷം ഒരു സമരരംഗത്ത് ഇവരാരും ഉണ്ടായിരുന്നില്ല. എല്ലാ സമരരംഗത്തും പിൻവാങ്ങി നിൽക്കുകയാണ്. അപ്പോൾ സമരരംഗത്തേക്ക് തിരിച്ചു വരാനായിട്ടൊരു സാഹചര്യം CPM പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ കേരള സമൂഹത്തെ വളരെ സെൻസിറ്റീവ് വിഷയത്തിൽ സമരരംഗത്തേക്ക് വരുമ്പോൾ ഒരു വലിയ ശ്രദ്ധ കിട്ടും. അത് നിർണായകമായിരിക്കും. അങ്ങനെ അവസരം അവർക്ക് വന്നു ചേർന്നതാണെങ്കിൽ അത് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടാവും എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. കാര്യം വളരെ സെൻസിറ്റീവ് വിഷയമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഇതുപോലെ മുൻ സംഭവം അതിൽ പോലീസ് ആക്ഷൻ കൂടി വരികയാണെങ്കിൽ അത് നരവേട്ടയുടെ നമുക്കറിയാമല്ലോ അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊരു പോലീസ് ആക്ഷനും കൂടി സാഹചര്യം വരുന്ന സമയത്ത് അതിൻ്റെ അകത്തൊരു ദുരൂഹത എന്ത് തന്നെ നിൽക്കുന്നുണ്ട്. ആ ദുരൂഹത പക്ഷേ ഇമ്മീഡിയറ്റ്ലി അത് ആഭ്യന്തരമന്ത്രിക്ക് ഇടപെടാൻ സാധിച്ചു എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ്. പക്ഷേ അവിടെ കൊണ്ട് തീരുന്നില്ല. കാര്യം അത് സർക്കാരിന് സൂചനയാണ്. കാര്യം ആഭ്യന്തര തുടക്കത്തിൽ തന്നെ സംഭവിച്ചത് വളരെ നന്നായി. കേരളത്തിൽ വളരെ സെൻസിറ്റീവായിട്ട് കാര്യം അത്ര സെൻസിറ്റിവിറ്റി കഴിഞ്ഞ 10 വർഷം പോലീസിനുണ്ടായെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതും UDF പലപ്പോഴും ആരോപിച്ചുള്ള ആരോപണമാണ് സംഘപരിവാരവൽക്കരണമൊക്കെ നമുക്കറിയാം.